വെൽക്കം ടു ലൈടെക്. സോ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റായ A7R5. സോണി A7R5. സോ ലൈറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. As usual, വാറണ്ടി കാർഡ്സ്, യൂസർ മാനുവൽ. എല്ലാ സോണിയുടെ അൺബോക്സിങ് പോലെ തന്നെ അകത്ത് വേറെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു ചാർജിങ് കേസ്, ബാറ്ററിയുടെ ചാർജിങ് കേസിൻ്റെ വയർ, ഒരു USB to C കേബിൾ, and this is ഇവരുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ട്. എനിക്ക് ജപ്പാനീസ് മൂവീസിലൊക്കെ കാണുന്ന ഒരു ക്ലോത്ത്. സോ ദിസ് ഈസ് സോണി A7R5. എൻ്റെ ഏറ്റവും സോണിയുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. എനിക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും മികച്ച 3 റീസൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ റെസൊല്യൂഷൻ. 61 മെഗാപിക്സൽ വരുന്ന ഒരു ഘടോഘടികൻ സാധനമാണ് ഈ A7R5 എന്ന് പറയുന്നത്. രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഓട്ടോ ഫോക്കസ്. ഇപ്പോഴുള്ള കാരണം ഒരു പ്രൊഡക്റ്റിനും പിടിക്കാൻ പറ്റാത്ത ലെവലുള്ള ഒരു ഓട്ടോ ഫോക്കസിങ് ആണ്. ഫുള്ളി AI ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള AI ഫോക്കസ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഡിസ്പ്ലേയുടെ അക്യുറേറ്റ് ഒന്നുമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ ടിൽറ്റ് ഔട്ട് ചെയ്യുന്നത്, ഫ്ലിപ്പ് ഔട്ട് ചെയ്യുന്നത്, ഈ പരിപാടിയൊക്കെ ഇതാണ് എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഹൈലൈറ്റ് സാധനം. ഇപ്പോൾ നോർമലി C8 C9 സീരീസിലൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലിപ്പ് ഔട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ C8 വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് സൈഡ് വേസും കൂടെ ഒന്നിങ്ങനെ ടിൽറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിലിതാ ഫ്ലിപ്പ് ഔട്ടും ആസ് എ വീഡിയോയ്ക്കും ആസ് എ ഫോട്ടോയ്ക്കും ഏറ്റവും കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ക്യാമറയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേസ്. സോണി വേസ് എനിക്ക് സോണി ബോഡി ഹാൻഡ് ചെയ്യാൻ അല്പം കൂടെ ഒരു പാടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്, ഒരു പ്രൊഡക്റ്റ്. സോ എനിക്ക് ഈ ക്യാമറയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂസ് ഒക്കെ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ക്യാമറയുടെ ഡീറ്റെയിൽ റിവ്യൂസ് ഇടുന്ന ആഗ്രഹമുണ്ട്. Z8 വേഴ്സസ് R5, അത് അങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് വീഡിയോ എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉടൻ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. കാരണം രണ്ടും എനിക്ക് ഓൾമോസ്റ്റ് രണ്ടും ഒരേ ഈക്വൽ പ്രൈസ് ആണ്. ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 3,80,000 റുപ്പീസോളായെങ്കിൽ ഇപ്പോൾ വില കുറഞ്ഞ് ഓൾമോസ്റ്റ് 3 lakhs ആയിട്ടുണ്ട്. Z8 ഓൾമോസ്റ്റ് 3 lakhs ഉണ്ട്. ഒരു 2.80 ഒക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പ്രൈസ്. അപ്പം ഓൾമോസ്റ്റ് രണ്ടും ഒരേ തരത്തിലുള്ളതും ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് നടക്കുന്ന 2 ക്യാമറയാണ് Z8 A7R5. അപ്പം രണ്ടും 2 തരത്തിലുള്ള 2 ക്യാമറകളാണ് എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും അത്രയും കോമ്പറ്റീറ്റീവ് നിൽക്കുന്ന ഇതേ ഓൾമോസ്റ്റ് ഒരു ബഡ്ജറ്റിൽ വരുന്ന 2 ഏറ്റവും കിടിലൻ ബ്രാൻഡുകളുടെ 2 ക്യാമറകൾ, അത് എന്തായാലും ഒരു കോമ്പറ്റീഷൻ വെച്ച് വെക്കത്തുള്ളൂ. ഉടൻ തന്നെ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതങ്ങനെ ചെയ്തിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.